കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം കണക്കാക്കുക. തന്നിരിക്കുന്ന ചതുർഭുജം ABCDയിൽ A 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ സിയും 90 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ DBC, കോൺ DBC 13 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ആംഗിൾ ADB അഥവാ കോൺ ADB 45 ഡിഗ്രിയാണ്. തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം എത്രയാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ABCDയുടെ എല്ലാ സൈഡ്സിൻ്റെ ലെന്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനായിട്ട് നമുക്ക് ABയുടെ ലെന്ത് എത്രയാണെന്ന് കണ്ടെത്തണം, BCയുടെ ലെന്ത് കണ്ടെത്തണം, CDയുടെ ലെന്ത് കണ്ടെത്തണം, ADയുടെ ലെന്ത് എത്രയാണെന്ന് കണ്ടെത്തണം. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിലെ ABD എന്ന ത്രികോണം ഒന്നും കൂടെ എടുത്ത് വരയ്ക്കുകയാണ്. ആംഗിൾ A അഥവാ കോൺ A 90 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ D അഥവാ കോൺ D 45 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ABയുടെയും ADയുടെയും ലെന്ത് എത്രയാണെന്ന് കണ്ടെത്തണം. ABയുടെയും ADയുടെയും നീളം എത്രയാണെന്ന് കണ്ടെത്തണം. നമുക്ക് ആകെ അറിയാവുന്നത് BDയുടെ നീളം എത്രയാണെന്നാണ്. BDയുടെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. കോൺ B എന്നത് 45 ഡിഗ്രിയാണ്. ആംഗിൾ Bയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് AD. ആംഗിൾ Bയുടെ ഓപ്പോസിറ്റ് സൈഡാണ് AD. ഇനി ആംഗിൾ Aയുടെ ഓപ്പോസിറ്റ് സൈഡാണ് BD. ആംഗിൾ Dയുടെ ഓപ്പോസിറ്റ് സൈഡാണ് AB. ആംഗിൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ Dയും ആംഗിൾ Bയും 45 ഡിഗ്രിയാണ്. ഈ ക്ലാസ് പഠിച്ചു 45:90:45. ഇങ്ങനെയാണ് കോണളവുകൾ തരുന്നതെങ്കിൽ അതിൻ്റെ എതിർവശം ആ ആംഗിൾസിനോട് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള സൈഡ്സ് 1:√2:1 എന്ന റേഷ്യോയിലായിരിക്കും. 1:√2:1 എന്ന അംശബന്ധത്തിലായിരിക്കും ഉണ്ടായിരിക്കാം. ആംഗിൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതിൻ്റെ എതിർവശമാണ് BD. കോൺ Aയുടെ എതിർവശമാണ് BD. BDയുടെ പ്ലേസിൽ √2 വരും. ആംഗിൾ D 45 ഡിഗ്രിയാണ്. അതിൻ്റെ എതിർവശമാണ് AB. കോൺ D എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അതിൻ്റെ എതിർവശമാണ് AB. 45 ഡിഗ്രി ആയിട്ടുള്ള ആ കോണിൻ്റെ എതിർവശത്ത് വരുന്ന സൈഡിൽ 1 എന്ന് നമ്മൾ എഴുതും. ഇനി AD എന്ന് പറയുന്നത് ആംഗിൾ B അഥവാ കോൺ Bയുടെ എതിർവശമാണ്. അവിടെയും 1 വരും. കോൺ B 45 ഡിഗ്രി തന്നെയാണ്. അപ്പം AB:BD:AD എന്ന് പറയുന്നത് 1:√2:1 എന്നായിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ്? BD 4 സെൻറ്റിമീറ്റർ ആണെന്നല്ലേ. BD 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ √2ൻ്റെ പ്ലേസിൽ 4 വരും. √2ൽ നിന്ന് 4 കിട്ടണമെങ്കിൽ
√2 കൂട്ടത്തിൽ 4/√2 മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ √2 കൂട്ടത്തിൽ 4/√2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 4 കിട്ടിയത്. √2 കൂട്ടത്തിൽ 4/√2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് √2 കിട്ടിയത്. അപ്പോൾ √2 എങ്ങനെ നമുക്ക് എഴുതാം? √2 × 4/√2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 പ്ലേസ് × 4/√2 എന്ന് കിട്ടും. അതുപോലെ തന്നെ മറ്റേ 1 പ്ലേസിലും 4/√2, 1 × 4/√2 എന്ന് പറയുന്നത് 4/√2 എന്ന് തന്നെ എഴുതാൻ പറ്റും. 4/√2. √2 അവിടെ എത്ര കിട്ടി? 4 കിട്ടി. അത് മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. ഇനി അടുത്തത് AD. ADയുടെ പ്ലേസിൽ ഇവിടെ കിടക്കുന്ന 1 ആണ്. അതും 4/√2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? BDയുടെ ലെന്ത് 4 ആണ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. ABയുടെ ലെന്ത് 4/√2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ADയുടെ ലെന്തും 4/√2 സെൻറ്റിമീറ്റർ ആണ്. BD 4 സെൻറ്റിമീറ്റർ കിട്ടി. AB/BD/AD എന്ന് പറയുന്നത് 1:√2:1 എന്ന് കിട്ടും. √2 നിന്ന് നമുക്ക് 4 വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ BDയുടെ പ്ലേസിൽ √2 ആണ്, BDയുടെ ലെന്താണ് 4. അങ്ങനെയാണ് √2 നിന്ന് 4 എത്തുന്നത്. √2 നിന്ന് 4 എത്താൻ വേണ്ടിയിട്ട് √2 കൂട്ടത്തിൽ 4/√2 മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം ലെന്ത് 4/√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആൻസറായി. നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. AD = AB = 4/√2 അല്ലേ? AD = AB = 4/√2. 4/√2 നമുക്ക് എങ്ങനെ എഴുതാം? 4 നമുക്ക് 2 × 2 എന്ന് എഴുതാനായിട്ട് പറ്റും. /√2. 4/√2 = 2 × 2 /√2. 2 × 2, അതിനകത്ത് ആ 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √2 × √2. 2 × √2 × √2 /√2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു √2ഉം താഴത്തെ √2ഉം കൂടെ വെട്ടിക്കളയാം. അപ്പോൾ 2√2 എന്ന് കിട്ടും. 4/√2 നമുക്ക് 2√2 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ADയുടെ ലെന്തും ABയുടെ ലെന്തും സെയിം ആണ്. അത് 4/√2 സെൻറ്റിമീറ്റർ ആണ്. അത്ര എഴുതിയ ആൻസറായി. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 2√2 സെൻറ്റിമീറ്റർ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. നമ്മളോട് പറഞ്ഞിരുന്നത് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ABCDയുടെ എല്ലാ വശങ്ങളുടെയും എല്ലാ സൈഡ്സിൻ്റെ ലെന്ത് എത്രയാണെന്ന് എഴുതാനാണ്. തന്നിരിക്കുന്ന ചതുർഭുജം ABCDയുടെ എല്ലാ വശങ്ങളുടെയും നീളം എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മളിപ്പം ABയുടെയും ADയുടെയും നീളം എത്രയാണെന്നാണ് കണ്ടെത്തിയത്. ഇനി നമുക്ക് BCയുടെയും CDയുടെയും നീളം എത്രയാണെന്ന് കണ്ടെത്തണം. അതിനായിട്ട് നമുക്ക് മറ്റേ ത്രികോണം എടുക്കാം. അടുത്ത ത്രികോണം CBD. അത് നമുക്ക് ആകെ അറിയാവുന്നത് ഏതാണ്? BDയുടെ ലെന്ത് എത്രയാണെന്നാണ്. BDയുടെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ B 30 ഡിഗ്രിയാണ്. ആംഗിൾ C 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ D എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സിയുടെ എതിർവശമാണ് BD. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് BD. അപ്പോൾ ആംഗിൾ C 90 ഡിഗ്രിയാണ്. അപ്പോൾ 90ൻ്റെ അവിടെ എത്ര വരും? 2 വരും.
ബി ഡിയുടെ പ്ലേസിൽ നമ്മൾ 2 എന്ന് എഴുതി. ഇനി ആംഗിൾ ഡി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് ബി സി. ആംഗിൾ ഡി 60 ഡിഗ്രിയാണ്. 60-ന് പകരം നമ്മൾ എത്രയാണ് എഴുതുന്നത്? √3. ബി സിയുടെ അവിടെ √3 എന്ന് എഴുതി. ഇനി അഥവാ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്, ബിയുടെ എതിർവശമാണ് സി ഡി. ബി എന്ന് പറയുന്നത് 13 ഡിഗ്രിയാണ്. ആംഗിൾ ബി 13 ഡിഗ്രിയാണ്. ആംഗിൾ ബി 30 ഡിഗ്രിയാണ്. 30-ൻ്റെ ഓപ്പോസിറ്റായ സിയുടെ അവിടെ 1 എന്ന് എഴുതും. ബി ഡി = ബി സി = സി ഡി എന്ന് പറയുന്നത് 2 √3 എന്ന് കിട്ടും. നമുക്കിവിടെ ആകെ അറിയാവുന്നത് ബി ഡിയുടെ നീളം എത്രയാണെന്നാണ്. 2ൻ്റെ പ്ലേസിൽ എത്ര വരും? 4 എന്ന് കിട്ടും. 2ൻ്റെ പ്ലേസിൽ 4 കിട്ടും. 2-ൽ നിന്ന് 4-ലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 2ൻ്റെ കൂട്ടത്തിൽ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 ആണ് 4. ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക. അതിൻ്റെ കൂടെ എല്ലാ സംഖ്യകളുടെ കൂടെയും 2 ഗുണിക്കണം. അപ്പം 2ൻ്റെ പ്ലേസിൽ 4 കിട്ടും. √3 × 2 2√3 എന്ന് കിട്ടും. 1 × 2 2 എന്ന് കിട്ടും. ബി ഡിയുടെ ലെന്താണ് നമുക്ക് അറിയാവുന്നത്, അത് 4 സെൻറ്റിമീറ്ററാണ്. ബി സിയുടെ ലെന്ത് 2√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സി ഡിയുടെ ലെന്ത് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ബി സിയുടെ നീളം 2√3 സെൻറ്റിമീറ്ററും സി ഡിയുടെ നീളം 2 സെൻറ്റിമീറ്ററും ആയിരിക്കും. തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്റർ ആയിരുന്നു. അതിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം എത്രയാണെന്ന് നമുക്ക് എടുത്തെഴുതാം. തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ വശത്തിൻ്റെ നീളം എത്രയാണെന്ന് എടുത്തെഴുതണം. എ ബി എത്രയാണെന്ന് എഴുതണം, ബി സി എത്രയാണെന്ന് എഴുതണം, സി ഡി എത്രയാണെന്ന് എഴുതണം, എ ഡി എത്രയാണെന്ന് എഴുതണം. സിയുടെ ലെന്ത് 4 സെൻറ്റിമീറ്റർ ആണ്. അത് തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ ഡയഗണലാണ്. അത് നമുക്ക് ആവശ്യമില്ല. എ ബിയുടെ ലെന്ത് 2√2 സെൻറ്റിമീറ്റർ, എ ഡിയുടെ ലെന്ത് 2√2 സെൻറ്റിമീറ്റർ തന്നെയാണ്. ബി സിയുടെ ലെന്ത് 2√3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ സി ഡിയുടെ ലെന്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും.